നമസ്കാരം. ഇന്ത്യയുടെ ഏഷ്യ കപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ശുഭ്മൻ ഗില്ലിനെ ഇന്ത്യയുടെ ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. പോരാഞ്ഞിട്ട് ശുഭ്മൻ ഗില്ലിനെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും ആക്കിയിരിക്കുന്നതാണ്. ഞാനൊരു സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു സംഭവമാണ് ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ ടീമിൽ വരും, അതും വൈസ് ക്യാപ്റ്റൻ ആവുന്നു. അത് വളരെ സ്ട്രെയിഞ്ച് ആണ്. വൈസ് ക്യാപ്റ്റൻ ആവുക എന്നുള്ളത് വളരെ 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 സ്ട്രെയിഞ്ച് ആണ്. പ്രത്യേകിച്ചും ശ്രേയസ് അയ്യർ ഒന്നും ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുക. സഞ്ജു സാംസൺ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസം. സഞ്ജു സാംസൺ സ്ക്വാഡിലുണ്ട്. ഇനി 11ൽ കളിക്കുക എന്നുള്ളത് ഈ ഒരു സിനാരിയോയിൽ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ശുഭ്മൻ ഗിൽ ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായ സ്ഥിതിക്ക്. അപ്പോൾ മൊത്തത്തിൽ ടീം സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ടീമിനെ വെച്ചിട്ട്, ഈ ഒരു സ്ക്വാഡിനെ ഇപ്പോൾ ഉള്ള ഇന്ത്യയുടെ കുറച്ചൊരു ലിസ്റ്റ് ഇട്ടിട്ട് ആ ലിസ്റ്റിൽ ആരെയൊക്കെ സെലക്ട് ചെയ്താലും നല്ലൊരു ടീം ആവുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടീം നല്ലൊരു ടീം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ ഏതൊക്കെ ആൾക്കാർക്ക് അവസരം കിട്ടി, ഏതൊക്കെ ആൾക്കാർക്ക് അവസരം നിഷേധിച്ചു എന്നുള്ളതാണ് ചില കല്ലുകടികൾക്കുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു സാംസൺ ടീമിലുണ്ട്, ശുഭ്മൻ ഗില്ലും ടീമിലുണ്ട്. ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ്. അപ്പോൾ ഒരാളും കൂടെ ഈ ഒരു സീനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ജിതേഷ് ശർമ്മയും ഇന്ത്യയുടെ ടീമിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശുഭ്മൻ ഗില്ല് ഇന്ത്യയുടെ ടീമിലേക്ക് വരുമ്പോൾ ശുഭ്മൻ ഗില്ല് തുടർച്ചയായിട്ട് ഇന്ത്യയുടെ അല്ലെങ്കിൽ IPL ഓപ്പണറായിട്ടാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2020. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായിട്ടാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. IPL ഇപ്പോൾ സഞ്ജു സാംസൺ ഓപ്പണറായിട്ടാണ് ബാറ്റ് ചെയ്യുന്നത്. സോ ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് ടീമിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് സ്ഥാനം തെറിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പ്രത്യേകിച്ചും ജിതേഷ് ശർമ്മ ടീമിലുള്ള സ്ഥിതിക്ക്. അപ്പോൾ ഇന്ത്യക്ക് എന്തായാലും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ കളിപ്പിച്ചേ പറ്റും. അത് സഞ്ജു സാംസണാണ് കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കണം. ഇല്ല ജിതേഷ് ശർമ്മയാണ് കളിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ജിതേഷ് ശർമ്മ മിഡിൽ ഓർഡറിൽ ഫിറ്റ് ആവാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആണെന്നുള്ളതാണ് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ നമ്മൾ ഈ ടീം അനൗൺസ് ചെയ്യുമ്പോഴും ആദ്യം അനൗൺസ് ചെയ്ത പേര് ജിതേഷ് ശർമ്മയുടെ ആണെന്നുള്ളത് ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഒരുപക്ഷെ ടീം ഇടുന്നതിൻ്റെ ബേസിലൊന്നും ആയിരിക്കത്തില്ല. എന്തായാലും ആദ്യം ജിതേഷ് ശർമ്മയുടെ പേരാണ് സഞ്ജു സാംസണ് മുൻപേ പറഞ്ഞത് എന്നുള്ളൊരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതുമാത്രമല്ല ഈ ടീമിനെ സംബന്ധിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ശുഭ്മൻ ഗിൽ ടീമിലേക്ക് വരുമ്പോൾ ടോട്ടൽ ബാലൻസ് നമ്മൾ നേരത്തെ T20 ഇന്ത്യ കളിച്ചിരുന്ന ഒരു ടീമിൻ്റെ ബാലൻസ് തീർച്ചയായിട്ടും ചേഞ്ച് ആവും. അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്തിരുന്ന സ്ഥാനത്ത് സഞ്ജു സാംസണോ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയോ മാറ്റിയിട്ട് ശുഭ്മൻ ഗിൽ ഓപ്പണറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആ ബാലൻസിന് ഒരു കോട്ട സംഭവിക്കും. ശുഭ്മൻ ഗില്ലിന് നമ്പർ 3 കളിക്കാൻ പറ്റുമോ T20 സെറ്റപ്പിൽ എനിക്കറിയില്ല. ഇനി സഞ്ജു സാംസൺ നമ്പർ 3 കളിക്കാനാണോ അവർ ഉദ്ദേശിപ്പിക്കുന്നത്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് ആ നമ്പർ 3, നമ്പർ 4 പൊസിഷനിൽ കളിച്ചുകൊണ്ടിരുന്നത് എന്തായിരിക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ടീമിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ചോദിക്കാനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് മറ്റ് ടീം അംഗങ്ങളിലേക്കും കൂടെ നോക്കാം. സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നിവർ ഷുവറായിട്ട് ടീമിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഇത്രയും പേര് ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്പിന്നേഴ്സായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വരുൺ ചക്രവർത്തി ആൻഡ് കുൽദീപ് യാദവ് ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ബോളേഴ്സായിട്ട് ബുംറ, അർഷ്ദീപ്, അതിൻ്റെ കൂടെ ഹർഷിത് റാണയാണ് സെലക്ട് ആയിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതുവരെ പറഞ്ഞ മറ്റു പേരുകളിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ ഹർഷിത് റാണ എങ്ങനെ ഈ സീനിലേക്ക് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ IPL നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നില്ല. ഈ അടുത്തെങ്ങും നല്ല പെർഫോമൻസ് ഇന്ത്യക്ക് വേണ്ടിയിട്ടും കാഴ്ചവെച്ചിരുന്നില്ല. നേരത്തെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരു ബോളർ തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ IPL നിന്നാണ് ഇന്ത്യയുടെ T20 ടീമിലേക്കുള്ള സെലക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഗംഭീർ മുമ്പ് പറഞ്ഞിരുന്നത്. സോ ഈ വർഷത്തെ പർപ്പിൾ ക്യാപ്പ് ഓണറായിട്ടുള്ള പ്രസിദ്ധ് കൃഷ്ണ ടീമിലില്ലാതെ, അതായത് അടിപൊളിയായിട്ട് T20 ബോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രസിദ്ധ് കൃഷ്ണ ടീമിലില്ലാതെ ഹർഷിത് റാണ എങ്ങനെ ഈ ടീമിലേക്ക് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. എന്തായാലും ജസ്പ്രീത് ബുംറ ആൻഡ് അർഷ്ദീപ് സിംഗ് ഷുവറായിട്ട് ടീമിലുണ്ട്. അവർ രണ്ടുപേരായിരിക്കും മെയിനായിട്ട് കളിക്കുന്നത്. എങ്കിൽ പോലും പ്രസിദ്ധ് കൃഷ്ണ ടീമിൽ ഇല്ലാത്തത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ടീമിൽ ഇടം പിടിച്ച് ശിവൻ ദുബെയും റിങ്കു സിംഗുമാണ്. ഇവർ രണ്ടുപേരും കൂടെ ടീമിൽ ഇടം പിടിക്കുക എന്നുള്ളത് വിചാരിച്ചില്ല. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ടീമിൽ സ്ക്വാഡിൽ ഇടം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. ശിവം ദുബെ ഈ അടുത്ത അത്ര ഫോമിൽ അല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ T20 സെറ്റപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ബാറ്റ്സ്മാൻ തന്നെയാണ്. റിങ്കു സിംഗ് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന സമയത്തെല്ലാം അവസരങ്ങൾ കിട്ടാതിരുന്ന് പതിയെ തഴയപ്പെടുന്നു തോന്നിയ ഒരു പ്ലെയറാണ്. തീർച്ചയായിട്ടും റിങ്കു സിംഗിനും ഈ ഒരു T20 സെറ്റപ്പിലേക്ക് വരാനുള്ള അർഹതയുണ്ട്. പോയ ഒരു കുറച്ച് നാളത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇല്ലയെന്ന് തോന്നാമെങ്കിൽ പോലും ഇന്ത്യയുടെ T20 സെറ്റപ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അവസരങ്ങൾ വന്നപ്പോഴെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തപ്പെട്ടുള്ള ഒരു പ്ലെയറാണ്. സോ റിങ്കു സിംഗ് അവിടെ വന്നതിൽ യാതൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ഇനി മെയിനായിട്ട് ഒഴിവാക്കപ്പെട്ട മറ്റ് ചില പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് ഉണ്ട്. നമ്പർ 1 ശ്രേയസ് അയ്യറാണ്. ശ്രേയസ് അയ്യറിനെ മേളിൽ ശുഭ്മൻ ഗിൽ എങ്ങനെ ടീമിൽ വന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവും. കാരണം ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ആവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം IPL ചാമ്പ്യനായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യൻ ആക്കിയ, ഈ വർഷം ഫൈനലിലെത്തിയ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യർ എന്തുകൊണ്ട് ടീമിൽ ഉൾപ്പെട്ടില്ല? ഈ വർഷം ബാറ്റ് കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് നല്ല ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള
ഇന്നിങ്സുകൾ കളിച്ച ശ്രേയസ് അയ്യർ എന്തുകൊണ്ട് ടീമിൽ എത്തിയില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ചും വൈസ് ക്യാപ്റ്റൻ ആക്കിയ സ്ഥിതിക്ക് വൈസ് ക്യാപ്റ്റൻ ആവാൻ ഏറ്റവും യോഗ്യതയുള്ളത് ശ്രേയസ് അയ്യറാണ്. കഴിഞ്ഞ 2 വർഷത്തെ IPL പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ക്യാപ്റ്റൻസി ഈ വർഷത്തെ ബാറ്റിംഗ് നല്ല ഇമ്പാക്റ്റ് ഉള്ളായിരുന്നു. അടിപൊളി ഇന്നിങ്സുകൾ കളിച്ചു, നല്ല കൗണ്ടർ അറ്റാക്ക് ചെയ്യും, അതുപോലെ തന്നെ സ്പിന്നേഴ്സിനെ നന്നായിട്ട് കളിക്കും. UAE കണ്ടീഷൻസിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ് ശ്രേയസ് അയ്യർ. സോ ശ്രേയസ് അയ്യറിന് മേളിൽ ശുഭ്മൻ ഗിൽ എങ്ങനെ ടീമിൽ വന്നെന്ന് എനിക്കറിയില്ല. ഇനി ശുഭ്മൻ ഗില്ലിനെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ റിങ്കു സിംഗിനെ ശിവൻ ദൂബയ്ക്കോ പകരം ഒരാളായിട്ട് ശ്രേയസ് അയ്യറിനെ വേണമെങ്കിൽ ടീമിൽ എടുക്കാമായിരുന്നു. അവർ രണ്ടുപേരും ടീമിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സാണ്. എങ്കിൽ പോലും ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരു പ്ലെയറായിട്ട് എനിക്ക് ശ്രേയസ് അയ്യറിന് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഒഴിവാക്കപ്പെട്ടതിൽ വളരെയധികം വിഷമമുണ്ട്. ടെസ്റ്റ് സീരീസിലും ഇപ്പോൾ ടെസ്റ്റിൽ ടീമിൽ ഇട്ടപ്പോഴും ശ്രേയസ് അയ്യറിനെ ഒഴിവാക്കിയിരുന്നു. ഡൊമസ്റ്റിക്കിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തതിന് ശേഷവും ഇന്ന് T20 ഒഴിവാക്കുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം IPL പെർഫോമൻസ് ഒക്കെ വെച്ച് T20 ഒഴിവാക്കുമെന്ന് ഞാൻ കഴിഞ്ഞില്ല. കളിപ്പിച്ചില്ലെങ്കിൽ പോലും സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ നിർഭാഗ്യവശാൽ ശ്രേയസ് അയ്യറിനെ ടീമിൽ എടുത്തിട്ടില്ല. അറിയില്ല. ഇനി മറ്റൊരു പ്രധാന താരമാണ് ജയ്സ്വാൾ. ജയ്സ്വാൾ ടീമിൽ ഇടം പിടിച്ചില്ലെങ്കിലും സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി, ഒരു ബാക്കപ്പ് ഓപ്പണറായിട്ടെങ്കിലും. കാരണം ലൈക്കാണ് ജയ്സ്വാളും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും. സോ അവർ രണ്ടുപേരും കൂടെ 11 കളിക്കത്തില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ സ്ക്വാഡിൽ ഉണ്ടാവത്തില്ല എന്ന് ഞാൻ തീരെ കരുതിയില്ല. എന്തായാലും അതിനെയും നമുക്ക് ഈ ശുഭ്മൻ ഗില്ലിൻ്റെ സെലക്ഷനായിട്ട് കൂട്ടി വായിക്കാവുന്നതാണ്. ശുഭ്മൻ ഗില്ല് ടീമിലേക്ക് വന്നപ്പോൾ അവസരം നഷ്ടപ്പെടുന്ന 2-3 പേർ, ഒന്ന് ശ്രേയസ് അയ്യർ, ഒന്ന് യശസ്വി ജയ്സ്വാൾ, അതുപോലെ തന്നെ സ്ക്വാഡിൽ ഇടം പിടിച്ചെങ്കിലും കളിക്കാൻ ഇടം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് പൊസിഷൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ടീം സ്ക്വാഡ് ഇടുമ്പോഴേ നമുക്കത് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ എന്തായാലും ഈ ഒരു ശുഭ്മൻ ഗില്ലിൻ്റെ ഒരു സെലക്ഷൻ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി കളിക്കുന്നതിൽ പോലും ശുഭ്മൻ ഗില്ലിൻ്റെ അപ്രോച്ച് ഇന്ത്യ എന്താണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് T20 കാണിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫുൾ ഓണിലുള്ള ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പായിരുന്നു ഇന്ത്യയുടെ. അതായത് തുടക്കം മുതൽ അവസാനം വരെ അടിച്ച് തന്നെ കളിക്കുന്ന ഒരു ടീമായിരുന്നു ഇന്ത്യയുടെ. ശുഭ്മൻ ഗില്ലിൻ്റെ ഒരു ബാറ്റിംഗ് ശൈലി അതിന് ഉതകുന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. ശുഭ്മൻ ഗിൽ ഇവിടുന്ന് ടെസ്റ്റിന് ക്യാപ്റ്റനായിട്ട് പോയപ്പോൾ, ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അതിന് കൃത്യമായ ഉത്തരം നൽകിയൊരു പ്ലെയർ തന്നെയാണ് ശുഭ്മൻ ഗിൽ. ഇനി ഒഴിവാക്കപ്പെട്ട മറ്റൊരു പ്രധാന പ്ലെയറുകളുണ്ട്, വാഷിംഗ്ടൺ സുന്ദർ തീർച്ചയായിട്ടും ഒരു ടീമിൽ ഒരു ഓഫ് സ്പിന്നർ എന്നുള്ള രീതിയിൽ ടീമിൽ ഇടം പിടിക്കുമെന്ന് കരുതി. പ്രത്യേകിച്ചും ഒരു ഏറ്റവും താഴെ ഒരു നമ്പർ 8 അത്യാവശ്യം നന്നായിട്ട് ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ വാഷിംഗ്ടൺ സുന്ദർ ടീമിൽ സ്ക്വാഡിലെങ്കിലും ഇടം പിടിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ എത്തിയില്ല. എപ്പോഴും വാഷിംഗ്ടൺ സുന്ദർ കിട്ടിയ അവസരത്തിലെല്ലാം പെർഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് വാഷിംഗ്ടൺ സുന്ദർ. ടെസ്റ്റിലായാലും ശരി, അത് T20 ശരി, കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കിയിട്ടുള്ള ഒരു പ്ലെയറാണ്. IPL പോലും ചിലപ്പോഴൊന്നും പ്ലേയിങ് 11 ഇടം കിട്ടാത്തൊരവസ്ഥയാണ് വാഷിംഗ്ടൺ സുന്ദർ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വാല്യൂ തരുന്നൊരു പ്ലെയറാണ്. എന്തായാലും വാഷിംഗ്ടൺ സുന്ദറിനും ടീമിലില്ല എന്നുള്ളത് വളരെ കൗതുകമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മൊത്തത്തിൽ ഈ ടീമിനെ വിലയിരുത്തുമ്പോഴത്തേക്ക് നല്ല ടീം തന്നെയാണ്. ഇപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ടീമിന് ഇന്ത്യക്കകത്തുനിന്ന് പ്ലേയേഴ്സിലെ ടോപ്പിൽ നിൽക്കുന്ന പ്ലേയേഴ്സിന് ഏത് ടീം 11 ഇട്ടാലും അത് ഇപ്പോൾ ഏഷ്യയിലെ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പറ്റുന്നൊരു ടീം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഏറ്റവും അർഹതയുള്ളവരാണോ ടീമിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനകത്ത് ശ്രേയസ് അയ്യർ, ജയ്സ്വാളിൻ്റെ കാര്യത്തിന് എനിക്ക് വലിയ പരാതിയില്ല. അതുകൊണ്ട് വാഷിംഗ്ടൺ സുന്ദർ, ശ്രേയസ് അയ്യർ ഇവർ രണ്ടുപേരുടെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമമായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ചും ശ്രേയസ് അയ്യറിൻ്റെ കാര്യത്തിൽ ഇത്രയും പെർഫോം ചെയ്തിട്ട് ടെസ്റ്റ് സീരീസിലും എടുത്തില്ല, ഇനി T20 വന്നപ്പോൾ അവിടെ എടുത്തില്ല എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൊത്തത്തിൽ ടീം കൊള്ളാം. ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞ ഒരാളെ വൈസ് ക്യാപ്റ്റൻ ആക്കിയ ഒരു തന്ത്രപരമായ ഒരു നീക്കവും അവിടെ ഒരു ചോദിച്ചിട്ടുണ്ട്. കാരണം വൈസ് ക്യാപ്റ്റൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 11 കളിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല, വെറുതെ ടീമിലെടുത്ത്. അതാണ് ഞാൻ ടീം ഇട്ടപ്പോഴും ശുഭ്മൻ ഗില്ലിനെ ടീമിൽ ആഡ് ചെയ്തിരുന്നത്. ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ ടീമിൽ ആഡ് ചെയ്ത് സ്ക്വാഡിൽ ആഡ് ചെയ്തിട്ട് 11 കളിപ്പിക്കാതിരിക്കാൻ പറ്റുമോ, ബെഞ്ചിലിരുത്താൻ പറ്റുമോ ഇത്രയും വലിയൊരു പ്ലെയറിനെ? സോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സെലക്ടേഴ്സ് വൈസ് ക്യാപ്റ്റൻ എന്നുള്ളൊരു ടാഗും കൂടെ കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ തീർച്ചയായിട്ടും ശുഭ്മൻ ഗില്ലിനെ കളിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. വളരെ തന്ത്രപരമായൊരു നീക്കം. ആ ഒരു നീക്കം കൊണ്ട് പലർക്കും പലതും നഷ്ടപ്പെടാം. ഒരുപക്ഷെ സഞ്ജുവിന് അവരുടെ ഓപ്പണിംഗ് സ്ലോട്ട് നഷ്ടപ്പെടാം, നമുക്കറിയാൻ പറ്റില്ല. ഇനി നമ്പർ 3 ശുഭ്മൻ ഗില്ലിനെ കളിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിൻ്റെ സ്ട്രാറ്റജി എങ്ങനെ നിൽക്കും? ഇനി ഓപ്പണിംഗ് തന്നെ ശുഭ്മൻ ഗില്ല് കളിക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എത്രത്തോളം ശുഭ്മൻ ഗില്ലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? സഞ്ജുവിൻ്റെ സ്ഥിതി എന്താവും? ജിതേഷ് ശർമ്മയാണോ ഇനി കളിക്കുന്നത്? ഇനി സഞ്ജു നമ്പർ 3 കളിക്കാനാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ഒരു നൊമ്പരം മനസ്സിൽ ഇപ്പോഴും ഈ ഒരു ടീം സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ നിന്നും പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സോ അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഡിസ്കഷൻസുമായിട്ടോ വീണ്ടും കാണുന്നവരെ ബൈ.